എല്ലാവർക്കും നമസ്തേ. ഹസ്സൻ കരുനാഗപ്പള്ളി എന്ന ജിഹാദിയുടെ ഒരു വീഡിയോയിൽ അയാൾ പറയുന്നത്, RSSനെ കുറിച്ച് തോന്നിവാസം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ജീവിതത്തിൽ ഒരിക്കലും ഒരു RSS പ്രവർത്തകനെ സുഹൃത്താക്കരുത്. അത്രത്തോളം വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണവർ. ജീവനൊടുക്കിയ യുവാവിന്റെ കുറിപ്പ് പുറത്ത്. കുറച്ചു മുമ്പ് പുറത്തു വന്നൊരു വാർത്തയാണിത്. കോട്ടയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന പ്രായം മുതൽ ശാഖയിൽ പോയി RSSൽ പ്രവർത്തിച്ചു വന്ന യുവാവിന്റെ കുറിപ്പ് വലിയ രീതിയിൽ വാർത്തയാവുകയാണ്, ചർച്ചയാവുകയാണ്. ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവമായ കാര്യങ്ങളാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ശാഖയിൽ പോയ തന്നെ അവിടുത്തെ പലരും ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ അപരമത വിദ്വേഷം എല്ലാ പരിധികളും ലംഘിച്ച് മനസ്സിൽ കുത്തി നിറയ്ക്കുന്നതോടെ മറ്റു മതസ്ഥരോടും മനുഷ്യന്മാരോടുമൊക്കെ തീർത്താൽ തീരാത്ത പകയും വിദ്വേഷവുമാണ് RSS പ്രവർത്തകരുടെ ഉള്ളിൽ നിറയുന്നത് എന്നും അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ആത്മഹത്യാ കുറിപ്പിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന 3 വരികൾ കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏറെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്, ഈ RSSൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മകനാണെങ്കിലും സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും ഒരു കാരണവശാലും അവരെ മനുഷ്യരായി കണ്ട് അവരോടൊപ്പം സഹകരിക്കാൻ സാധ്യമല്ലെന്ന് എന്നുകൂടി അദ്ദേഹം എഴുതി വെച്ചത് നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. RSSനെ തുറന്നു കാട്ടേണ്ടതാണ്. ഏതായാലും രാജ്യം ഭരിക്കുന്ന RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുവേല ചെയ്യാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില ആളുകളും അവരുടെ വേദികളിൽ പോയി ഗണഗീതം പാടുന്ന ചില മെത്രാന്മാരും ശിഷ്ടകാലം ജീവിക്കാൻ എന്തെങ്കിലും അധികാരത്തിന്റെ അപ്പക്കഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടിയ വണ്ടി പിടിച്ച് RSSന്റെ കാര്യാലയത്തിലേക്ക് യാത്ര പോകുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായി റിട്ടയർഡ് ചെയ്ത ചില മാന്യന്മാരുമൊക്കെ RSSന്റെ ശാഖയിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നും അത് ഏത് രീതിയിലാണ് മനുഷ്യരെ വേർതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നുമൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഈ യുവാവിന്റെ ജീവിതം ധാരാളമാണ്. RSSൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം മറ്റുള്ള മനുഷ്യരോടും മതസ്ഥരോടും പകയും വിദ്വേഷവും വെറുപ്പും ഉള്ളിൽ നിറച്ചതിന്റെ പേരിൽ അവസാനം സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്ന, പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ആ യുവാവിന് ആദരാഞ്ജലികൾ. കേട്ടല്ലോ ഇവൻ എന്തൊക്കെയാ പറയുന്നത്. ഇവനെ ജിഹാദി എന്ന് ഞാൻ വിളിക്കാൻ കാരണം ഇവൻ്റെ വീഡിയോകളെല്ലാം ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഇവൻ ഇറക്കാറുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ജിഹാദിയാണ് എന്നുള്ള കാര്യം. പോരാങ്കിൽ അവൻ്റെ ആ സ്ഥലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാതെ ഇവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ്. ഇവനെ പോലുള്ളവന്മാർ ഇതേപോലുള്ള തോന്നിയവാസം പ്രചരിപ്പിക്കുമ്പോൾ അവൻ അതിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു സാമൂഹ്യവിരുദ്ധ കൂട്ടുകെട്ടിൻ്റെ ചാനലിനെയാണ്. അതായത് ആൻഡോ അഗസ്റ്റിൻ്റെ, അയാളെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ മുട്ടിൽ മരം മുറി കേസിൽ കള്ളൻ, ഈ മാംഗോ ഫോൺ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്നും പറഞ്ഞ് കോടികൾ നാട്ടുകാരിൽ നിന്ന് പറ്റിച്ച കള്ളൻ, ഏഷ്യൻ മോട്ടേഴ്സിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ബാങ്കുകളെ കോടികൾ പറ്റിച്ച കള്ളൻ, അങ്ങനെയുള്ള ഒരു കള്ളൻ, അയാളെ വെറും കള്ളൻ എന്നും പറയാൻ ഒക്കത്തില്ല, പെരുങ്കള്ളൻ. അവന് ഒരു ചാനൽ സ്വന്തമാക്കി ആ ചാനലിൻ്റെ മുതലാളിയായിട്ടിരുന്നു കൊണ്ട് CPMനെ സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് ഈ കേസിൽ നിന്നൊക്കെ അവന് രക്ഷപ്പെടണം, ഈ കൊള്ളകളിൽ നിന്ന് അവന് രക്ഷപ്പെടണമെങ്കിൽ ഇവൻ കുറച്ച് ദിവസം ഈ ജയിലിൽ കിടന്നത് നമ്മളെല്ലാം പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം കണ്ടതാണ്. ഈ പോലീസിൻ്റെ വലിയ വാനിൽ ഇവൻ്റെ സഹോദരങ്ങളെയും കൂടെ പിടിച്ച് കയറ്റിക്കൊണ്ട് അലറി വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്, കാണുകയും ചെയ്തതാണ്. അവന് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ CPMനെ, അവരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, അവരുടെ കയ്യിലാണല്ലോ ഈ അന്വേഷണങ്ങളെല്ലാം ഇരിക്കുന്നത്, അവരെ സുഖിപ്പിക്കുന്നതിനായിട്ട് RSSനെയും പരിവാർ സംഘടനകളെയും കേന്ദ്ര സർക്കാരിനെയും BJPയും നരേന്ദ്രമോദിയും ചീത്ത വിളിക്കാൻ വേണ്ടി അവനൊരു ചാനലങ്ങ് മേടിച്ചു. അതിനതിൽ കുറേ ഈ മൊട്ടയാരുവിൻ്റെ കൂട്ടുള്ള ഈ ഹിന്ദു വിരുദ്ധം ഒരു ജിമ്മി എന്നും പറഞ്ഞൊരുത്തൻ, പിന്നെ PR സുനിൽ, ഒരു സ്മൃതി പരുത്തിക്കാട്, ഇത്രയും RSS വിരുദ്ധർ അല്ലെ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള കുറേ എണ്ണത്തിനെ അതിനകത്ത് പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് സ്ഥിരം ചീത്തവിളിയാണ്. ഈ ശബരിമലയ്ക്കെതിരായിട്ടൊക്കെ ഇവന്മാരുടെ ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രാവശ്യത്തെ ചർച്ചയ്ക്കകത്ത് ഇവന്മാർ
അവിടെ യുവതീ പ്രവേശം ഇപ്പോഴാണ് വരുന്നത്. അവിടെ യുവതികൾക്ക് സ്ത്രീ പ്രവേശം ഇല്ലെന്നുള്ള രീതിയിലാണ് അവന്മാർ ചർച്ച നടത്തിയത്. എല്ലാവരും അവിടെ ഇരിക്കുന്നവർ ചോദ്യം ചോദിച്ചവരും ഒക്കെ ഈ പറയുന്നത് യുവതീ പ്രവേശം എന്ന് പറയുമ്പോൾ ഈ ജിമ്മി എന്ന് പറയുന്ന ആ ശുനകൻ പുത്രൻ, അങ്ങനെ തന്നെ അവനെ വിളിക്കാവത്തുള്ളൂ, അവൻ അന്നേരം അത് പറയുന്നത് എന്നറിയാം, അവിടെ സ്ത്രീ പ്രവേശം ഇല്ലായിരുന്നു. സ്ത്രീ പ്രവേശം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് സ്ത്രീ പ്രവേശം അവനൊരു 100 പ്രാവശ്യം സ്ത്രീ പ്രവേശം, സ്ത്രീകൾക്ക് പ്രവേശനം ശബരിമലയിൽ ഇതുവരെ ഇല്ല എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അത് ബോധപൂർവം ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണ്. അത് ചാനൽ മുതലേ മൊട്ട ഉൾപ്പെടെ അറിഞ്ഞ് ചെയ്യുന്ന പരിപാടിയാണത്. നമുക്കെല്ലാം അറിയാം ശബരിമല സ്ത്രീ പ്രവേശം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ യുവതികൾക്ക് ആണ് അവിടെ പിന്നെ പ്രവേശനം മല ചവിട്ടാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അല്ലാതെ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കും 55 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് അവിടെ ശബരിമല കയറാം എന്ന് നമുക്കെല്ലാം അറിയാമായിട്ട് കൂടി സ്ത്രീകളെ പൂർണ്ണമായിട്ട് അവിടുന്ന് അവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവൻ ചർച്ചയിലിരുന്ന് ഒരു 10,000 പ്രാവശ്യം സ്ത്രീ പ്രവേശം സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു, സ്ത്രീ പ്രവേശം വിലക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ ചാനലാണ്. അത് ക്ഷേത്രവിരുദ്ധവും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ചാനൽ. നരേന്ദ്രമോദിയും BJP എപ്പോഴും തെറി പറയുന്നില്ല, അവർക്കെതിരായിട്ട് ഭയങ്കര വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. അങ്ങനൊരു ചാനലിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ചാനലിനകത്തിൽ ഒരു ദിവസം ഏതോ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് അയാളുടെ ആത്മഹത്യാക്കുറിപ്പ് എന്നുള്ള പേരിൽ ഇത് വന്ന ഒരു ഇതിനെ എടുത്തു വെച്ച് അത് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം, ആ മരണത്തിൻ്റെ കാരണം എന്താണെന്ന്. കാരണം അവൻ്റെ ആ കുറിപ്പിനകത്തിൽ, അവൻ്റേതെന്ന് പറയപ്പെടുന്ന കുറിപ്പിനകത്തിൽ അവൻ്റെ ഒരു അൻസിൽ അളിയെന്ന് പറയുന്നുണ്ട്. അൻസിൽ അളിയെന്ന് അവനൊരു ജിഹാദി തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ ഈ ജിഹാദി ആയിട്ടുള്ള ഒരുത്തൻ അളിയനായിട്ടുള്ള ചെറുപ്പക്കാരൻ, അയാളുടെ എന്തോ അസുഖത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന, അയാൾക്ക് തന്നെ ഒരാൾ ആക്രമിക്കാൻ വരും, എപ്പോഴും ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു അസുഖത്തിൽ ഉള്ള രോഗിയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് അയാൾ ഇതിനകത്ത് പിന്നെ സംഘത്തിൻ്റെ മുഖ്യ ശിക്ഷകനെ കുറ്റപ്പെടുത്തി പറയുന്നതായിട്ടും ശാഖയെ വെച്ചൊക്കെ ഈ ആ പയ്യനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ പോസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് വരെ ഒരു ശാഖയിലും അത് നടന്നിട്ടില്ല. കാരണം ഞാനത് 10ാമത്തെ വയസ്സ് സംഘപ്രവർത്തനം തുടങ്ങിയ എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയും. അവിടെ അപരമത വിദ്വേഷം നടത്തുന്നില്ല. ഈ ഹസൻ എന്ന് പറയുന്ന ജിഹാദി, പന്നിക്ക് പിറന്ന അവൻ പറയുന്നത് എന്താണ്, ഈ പയ്യൻ്റെ പോസ്റ്റിലുണ്ടത്രേ ഒരു RSSകാരൻ അച്ഛനായാലും സഹോദരനായാലും ആരായാലും പിന്നെ വിശ്വസിക്കരുതെന്നും അവരുമായിട്ട് ഒരു ബന്ധവും വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന ഈ പന്നിക്ക് പിറന്ന ഈ ഹസൻ എന്ന് പറയുന്ന വിദ്വാൻ പറയുന്നത്. അപ്പോൾ അത്ര വിദ്വേഷപരമായിട്ട് പറയുന്നവനാണ് ഈ ഹസൻ. അതിൽ നിന്ന് മനസ്സിലായി അവൻ ഒരു ജിഹാദി. അവൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹിന്ദുവിനെ RSSൻ്റെ മറ പിടിച്ച് ഹിന്ദുവിനെ തോന്നിവാസം പറയുന്ന വീഡിയോകളാണ്. ഇങ്ങനെയുള്ളവന്മാർ സംഘത്തിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സത്യം കാണുമെന്ന് ചിന്തിക്കും. അതിനാൽ തന്നെ സംഘം ഇത്തരക്കാർക്കെതിരെ, ഈ ചാനലിനും ഈ ഹസനെ പോലുള്ളവന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത്രമാത്രം വളരെ മോശമായിട്ട് നികൃഷ്ടമായിട്ടുമാണ് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന കള്ളൻ്റെ ചാനലും ഈ ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഈ ജിഹാദിയും സമൂഹ മാധ്യമത്തിലൂടെയും ഈ
ചാനലിലൂടെയും വാർത്താ ചാനലിലൂടെയും ലോകത്തിന് മുന്നിൽ ഈ സംഘത്തിനെ നാണം കെടുത്തിയിരിക്കുന്നത്. ഇത് ഈ RSS നേതൃത്വം ഇത് വളരെ ഗൗരവമായി എടുത്ത് ഇതിനെതിരെ നിയമപരമായി നീങ്ങണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിനേക്കാൾ കടുത്ത രീതിയിലുള്ള തോന്നിയവാസവുമായിട്ട് ഈ ചാനൽ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇരിക്കുന്ന മൊട്ടയാണേലും ജിമ്മി ആണേലും BR സുനിലാണേലും ഈ കൊള്ളക്കാരനായ ആൻഡോയാണെങ്കിലും ആരും രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവന്മാർക്കുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ CPM-നെ സന്തോഷിപ്പിച്ച്, സർക്കാരിനെ സന്തോഷിപ്പിച്ചിട്ട് ഈ ആൻഡോയുടെ പേരിലുള്ള കേസുകളൊക്കെ ഒതുക്കി തീർക്കണം, ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഇതിനപ്പുറം തോന്നിവാസം ഇവന്മാർ പുറത്ത് എടുക്കാതിരിക്കുകയില്ല എന്നുള്ള ആ ഒരു ബോധം സംഘ നേതൃത്വത്തിനുണ്ടായിരിക്കണം. അതനുസരിച്ച് ശക്തമായ നിയമ നടപടികളുമായിട്ട് RSS മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ RSSൻ്റെ ആ ഒരു ആത്മാഭിമാനത്തിന് ഇവന്മാർ ഏൽപ്പിച്ച മുറിവുണക്കാനും ഇനി ഭാവിയിലാരും ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന് മുതിരാതിരിക്കാനും ഒരു മുന്നറിയിപ്പായിട്ടും നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അതിന് ഈ സംഘം ഏതൊരുത്തനാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും, തോന്നിവാസം പറഞ്ഞ് വിമർശിച്ചാലും സ്വാഭാവികമായിട്ടും അത് കാര്യമാക്കാറില്ല. ഇത് കേട്ട ഭാവം നടിക്കാറില്ല. സംഘത്തിൻ്റെ ആ ഒരു പ്രവർത്തന പാരമ്പര്യം അതാണ്. പക്ഷേ അതേപോലുള്ള കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് അതിനേക്കാട്ടിൽ വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇവൻ പറഞ്ഞത്, ഈ ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ ജിഹാദി പറഞ്ഞ് കേട്ട് കാണുമല്ലോ. അവൻ തന്നെ പറയണം. കാരണം അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അവിശ്വാസികളെ, കാഫിറിനെ അവൻ അത് തൊട്ട അയൽപക്കത്തുകാരനായാലും ആരാന്നേലും ബന്ധുവാണെന്നുണ്ടെങ്കിലും അവൻ വിശ്വാസത്തിലോട്ട് വന്നില്ല, അവനെ കഴുത്ത് വെട്ടാൻ, അവനെ കൊല്ലാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവനാണ് ഈ രീതിയിൽ തോന്നിവാസം പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ RSS നേതൃത്വം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെയും ഈ ഹിന്ദു വിരുദ്ധരെയും മര്യാദ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലുള്ള വിഷങ്ങൾ ഇപ്പം അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വിഷങ്ങൾ പടർന്ന് പന്തലിച്ച് നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.